നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, displacement of a particle is represented by the equation y is equal to 3 cos pi by 4 minus 2 omega t. The motion of a particle is simple harmonic with period 2 pi by omega, simple harmonic with period pi by omega, periodic but not simple harmonic, non-periodic. അപ്പോൾ ജനറലി ഒരു സിമ്പിൾ ഹാർമോണിക് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഇക്വേഷനെ നമുക്ക് y ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ y ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റണം. അതായത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നില്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ തന്നിട്ടില്ലേ, അതിന് ടൈം ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ ടൈം ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് പിന്നെന്താ ഒമേഗ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ ഇതിനെ എഴുതാൻ പറ്റിയാലാണ് അതിനെ സിമ്പിൾ ഹാർമോണിക് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ പീരീഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പീരീഡിന് ജനറലി ടി ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ജനറലി ഇത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു പാർട്ടിക്കിൾ ആ സിസ്റ്റത്തിൽ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ജനറലി എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു ഒരു ആംപ്ലിറ്റ്യൂഡ് എ എന്ന് വിചാരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള രീതിയിലാണ് എഴുതുക. അതായത് y ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള രീതിയിൽ ജനറലി അതിൻ്റെ സൊല്യൂഷനെ എഴുതാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ് അല്ലേ. ഇതിപ്പോൾ മൈനസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് എന്നിങ്ങനെ വന്നാലും കുഴപ്പമില്ല. നമ്മൾ നോക്കേണ്ടത് എന്താ 5 എന്ന് പറയുന്നത് പൈ ബൈ 4 ആണെന്ന് വിചാരിക്കുക, ഒമേഗ ടി എന്ന് പറയുന്നതിന് പകരം ഇവിടെ 2 ഒമേഗ ടി ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 പൈ ബൈ ഒമേഗ നമുക്ക് ടൈം പീരീഡാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ 2 പൈ ബൈ ഒമേഗ എന്നുള്ളതിന് പകരം ഇവിടെ എന്താ 2 ഒമേഗ എന്ന് വരുന്നുണ്ട്. മൈനസ് സൈൻ ഇപ്പോൾ നമുക്ക് തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. ടൈം പീരീഡ് പറയുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടല്ലേ പറയാം. അപ്പോൾ 2 പൈ ബൈ 2 ഒമേഗ എന്ന് വരും. അപ്പോൾ അതായത് പൈ ബൈ ഒമേഗ എന്ന് വരും. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് തന്നെ ഏറ്റവും ഈസി ആയിട്ട് നോക്കുക. ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ പീരീഡ് എന്താ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പീരീഡ് നോക്കിയാൽ തന്നെ നമുക്ക് 2 പൈ ബൈ 2 ഒമേഗ എന്ന് ചെയ്തിട്ട് പൈ ബൈ ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഓൾറെഡി പീരീഡ് പൈ ബൈ ഒമേഗ ആണ് എന്ന് മനസ്സിലാവും. പിന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ജനറലി അതിൻ്റെ സൊല്യൂഷൻ്റെ ടൈപ്പ് ഇതാണെന്ന് ഓർത്ത് വെച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, ജസ്റ്റ് കണ്ണടച്ച് നമുക്ക് ഓപ്ഷൻ ബി കുത്താം അല്ലേ. അതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് പറയാം. അപ്പോൾ അതായത് ഇപ്പോൾ സിമ്പിൾ പെൻഡുലം വരാം, നമ്മൾ ലീനിയർ ഓസിലേറ്റർ വന്നു, അതുപോലെ നമ്മൾ കുറേ സിമ്പിൾ ഹാർമോണിക് സിസ്റ്റംസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേര് സിമ്പിൾ ഹാർമോണിക് എന്നുള്ളൊരു ടേം നമുക്ക് ഫെമിലിയർ ആയിരിക്കുക. ഓക്കെ, അത് ഇങ്ങനെ ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് അതിനാവശ്യമായ തിയറിയും കൂടി ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് മാക്സിമം സ്പീഡ് ഓഫ് 30 meter per second ആൻഡ് എ മാക്സിമം ആക്സലറേഷൻ ഓഫ് 60 meter per second square. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ്, ഇവിടെയും നമുക്ക് പീരീഡ് ഓഫ് ഓസിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം വെലോസിറ്റിയും മാക്സിമം ആക്സലറേഷനും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ഇതാന്ന് അല്ലേ. ഇതിപ്പോൾ വൈക്ക് പകരം എക്സ് വെച്ചിട്ടും പറയാം. അതെന്ന് വെച്ചാൽ ഞാൻ എളുപ്പത്തിന് പറയാൻ കാരണം വെച്ചാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ദാറ്റ് ഫോഴ്സ് വിൽ ബി directly proportional to the displacement x
കെ എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു ഫോമിലുള്ള ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ ആ ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിന് ജനറലി ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേംസിൽ എഴുതിയതുകൊണ്ട് ഞാൻ അതിൻ്റെ ടേംസിൽ തന്നെ ഇക്വേഷൻ എഴുതിയെന്നുള്ളൂ. എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു ഇതിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ഇതിനെ വെച്ചിട്ട് അപ്പോൾ അത് വെലോസിറ്റി നമുക്ക് കിട്ടുക. പിന്നെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അങ്ങനെ കിട്ടുന്നതാണ്. അതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ശരിക്കും എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ ഇതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഡി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഡി ഈക്വൽ ടു മൈനസ് ഓർ പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് സൊല്യൂഷനെ ഇങ്ങനെ എഴുതാം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. നമ്മൾ LDയിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് സിമ്പിളായിട്ട് ഇങ്ങനെ സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സിനുള്ള സൊല്യൂഷൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ജനറലി ഇതാണ് എക്സ് ഈക്വൽ ടു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ ജനറൽ ഫോം എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി കാണാം. വെലോസിറ്റി കാണുക വെച്ചാൽ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടൈം ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എ കോസ് ഒമേഗ ടി പ്ലസ് 5 നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ ഇൻറ്റു, അതായത് കോസിൻ്റെ മൈനസ് സൈൻ അല്ലേ, അപ്പോൾ എ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻറ്റു ഒമേഗ എന്ന് കൂടി വരും. അതായത് മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ മാക്സിമം വെലോസിറ്റി എപ്പോഴാണ് വരിക? ഇത് പോസിറ്റീവ് വാല്യൂ എ ഒമേഗ വരുന്ന സമയത്ത്, അതായത് സൈനിൻ്റെ ഏതെങ്കിലും വാല്യൂസ് അനുസരിച്ച് ഇവിടെ മൊത്തത്തിൽ നമുക്ക് എ ഒമേഗ എന്ന് പറയുന്നത് പോസിറ്റീവായി കിട്ടുന്ന സമയത്ത് എ ഒമേഗ എന്നുള്ളതാണ് മാക്സിമം വെലോസിറ്റി. അതുപോലെ ഇപ്പോൾ കിട്ടിയ വെലോസിറ്റി വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും, എക്സ് ഡബിൾ ഡോട്ട് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടും. ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാക്സിമം ആക്സിലറേഷൻ അതിൻ്റെ എന്ന് പറയുന്നത് എ ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കുക. അതിൻ്റെ മാക്സിമം വെലോസിറ്റി എ ഒമേഗയും മാക്സിമം ആക്സിലറേഷൻ എ ഒമേഗ സ്ക്വയറും, അത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡും മാക്സിമം ആക്സിലറേഷൻ 60 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 2/1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു 60/30 ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് ഇൻവേഴ്സ്, അതായത് 2 പെർ സെക്കൻഡ് എന്ന് വരും അല്ലേ. അപ്പോൾ അതായത് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്താണ്? 2π/ω ആണ്. അപ്പോൾ 2π നമുക്കിവിടെ 2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 2π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ സെക്കൻഡ് അല്ലേ. ഇവിടെ 2 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും, സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ആവും. പൈ എസ് എന്ന് കൊടുത്തിരിക്കുന്നതാണ്, പൈ സെക്കൻഡ്സ് ആണ് ഇവിടെ ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓപ്ഷൻ എ. ഇനി നമുക്ക് നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഈസ് നോട്ട് എ വെക്റ്റർ? ഇത് ഏതിൽ വേണമെങ്കിലും പെടുത്താം. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലോ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റിയെ പറ്റി പറയുന്നത് വെച്ചിട്ട് വേണമെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് അതിലൊക്കെ പെടുത്താം. എനിവേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലേതാണ് വെക്റ്റർ അല്ലാത്തത്? ടോർക്ക് വെക്റ്ററാണ് നമുക്കറിയാം, ലീനിയർ മൊമെൻറ്റം വെക്റ്ററാണ്, ആംഗുലർ മൊമെൻറ്റം വെക്റ്ററാണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മാത്രമേ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തതുള്ളൂ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇനി ഫോർത്ത് വൺ, the Lagrangian of a charged particle in an electromagnetic field can be expressed as where T kinetic energy, Q charge, phi electric potential, V velocity, E electric field and A magnetic vector potential. ഇത്രയും എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ലഗ്രാഞ്ചിയും കൊടുത്തിട്ടുണ്ട്. ലഗ്രാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി T മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് നിങ്ങൾ ഇ ഡിയിലാണ് ഡീറ്റെയിൽ ആയി പഠിക്കുക. ആ സമയത്ത് ഞാൻ വീണ്ടും ഇതിലേക്ക് വരാം. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് ജനറലി
ഇലക്ട്രിക് പൊട്ടൻഷ്യലും അതുപോലെ മാഗ്നറ്റിക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുന്നത് സ്കെയിലാർ പൊട്ടൻഷ്യലാണ്, അത് ഫൈ. അതേപോലെ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എ ആണ്, അതൊരു വെക്ടർ പൊട്ടൻഷ്യലാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ടേംസിൽ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരാനുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കറൻ്റ്ലി ഇതിപ്പോൾ എ ആണ് ഓപ്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. അത് ഞാൻ ഐ വിൽ ബി ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇലക്ട്രോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഡെൽറ്റ ഓഫ് T1 ഇൻ്റഗ്രൽ ഫ്രം T1 to T2 LDT is equal to 0 അല്ലേ? ഈ ആക്ഷൻ ഇൻ്റഗ്രൽ അത് 0, അതിൻ്റെ ഡെൽറ്റ അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് നമ്മളുടെ സ്റ്റേഷനറി പ്രിൻസിപ്പിളൊക്കെ ആയിട്ട് പറയുന്നത് അല്ലേ? അതാണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ. ഡയറക്റ്റ് അല്ലേ? അധികം ഇങ്ങനെ തിയറി ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ കുറേ അധികം പ്രോബ്ലംസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ലെവലിൽ അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥയിലെത്തും. ഓക്കെ, for a particle moving under central force field, the effective potential in which radial motion occurs can be represented by K എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, L ആംഗുലർ മൊമെൻ്റ് ആണെങ്കിൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു വി എഫക്റ്റീവ്, അതായത് പൊട്ടൻഷ്യൽ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K/2 R² പ്ലസ് L² 2 mR². ഇത് സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്തതാണ് വി എഫക്റ്റീവ്, അതായത് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്നുള്ളത് ഒരു സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൽ അല്ലേ? ഇത് ഡയറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഡാഷ് ഈസ് നോട്ട് കൺസേർവ്ഡ്, ഇതും ഡയറക്റ്റാണ്. കൈനറ്റിക് എനർജിയാണ് അവിടെ കൺസേർവ്ഡ് അല്ലാത്തത്. ബാക്കി ലീനിയർ മൊമെൻറ്റും ടോട്ടൽ എനർജിയൊക്കെ എന്തായാലും കൺസേർവ്ഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ കൺസ്ട്രെയിൻസ്? ഏതാണ് കൺസ്ട്രെയിൻസിന് ട്രൂ ആയിട്ടുള്ളത്? ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ആൻ ആൾജിബ്രായിക് ഇക്വേഷൻ. Non-holonomic constraint can be expressed as a differential equation. Constraint force corresponding to Rheonomus constraints cannot do work. A constraint can be holonomic and scleronomous at the same time. ഇതിലാകെ ഓപ്ഷൻ ബി മാത്രമാണ് ട്രൂ ആയിട്ടുള്ളത്. ഓക്കെ, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഈസ് ഡിഫൈൻഡ് ഇൻ കോൺഫിഗറേഷൻ സ്പേസ്, ഫേസ് സ്പേസ്, യൂക്ലിഡിയൻ സ്പേസ്, നൺ ഓഫ് ദിസ്. കോൺഫിഗറേഷൻ സ്പേസ് ആണ്. ഫേസ് സ്പേസും കോൺഫിഗറേഷൻ സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് സ്പേസിൽ നമ്മൾ സാധാരണയായിട്ട് പൊസിഷനും വെലോസിറ്റിയും ഒക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുമ്പോൾ അതിൽ മൊമെൻറ്റം, അതുപോലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, മൊമെൻറ്റം ജനറലൈസ്ഡ് മൊമെൻറ്റം, അതിൻ്റെ ടേംസിലാണ് കോൺഫിഗറേഷൻ സ്പേസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് കേട്ടോ. ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ക്യാൻ ഹാവ് എനി ഡയമെൻഷൻ, അത് ശരിയാണ്. ജനറലൈസ്ഡ് മൊമെൻറ്റം ഷുഡ് ഓൾവേസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, അത് തെറ്റാണ്. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് ജനറലൈസ്ഡ് മൊമെൻറ്റത്തിന് അതായത് എപ്പോഴും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ വരണമെന്നില്ല. കാരണം ജനറലൈസ്ഡ് കോർഡിനേറ്റ് പറയുന്നത് ഏത് ഡയമെൻഷനുള്ള ഏത് ക്വാണ്ടിറ്റിക്കും ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആവാം അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ജനറലൈസ്ഡ് മൊമെൻറ്റയ്ക്കും ആ വ്യത്യാസം വരില്ലേ? പിന്നെ ബാക്കിയുള്ളത് കറക്റ്റാണ്. ലഗ്രാഞ്ചിയൻ ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ജനറലൈസ്ഡ് വെലോസിറ്റീസ് ആൻഡ് ടൈം. ഹാമിൽട്ടോണിയൻ ആൻഡ് ലഗ്രാഞ്ചിയൻ ആർ റിലേറ്റഡ് ത്രൂ ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻസ്. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട്, ബാക്കി ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഒപ്പം പഠിച്ചു പോവാം. ഓക്കെ, ഇനി അടുത്ത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ദി കോൺസിക്വൻസ് ഓഫ് ഡാഷ്, homogeneity of space, isotropy of space, homogeneity of flow of time, law of conservation of energy. The isotropy of space B ആണ് ആൻസർ.
ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോജനിറ്റി ഓഫ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിന് ചുറ്റും എല്ലാ ഡയറക്ഷനിലും സെയിം ആണ് ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് വിചാരിക്കുക. സ്പേസിൽ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു പോയിന്റിന് ചുറ്റും എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഹോമോജനിറ്റി അല്ലാതെ ഐസോട്രോപ്പി ഓഫ് സ്പേസ് ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അതായത് ഒരു പോയിന്റിന് ചുറ്റും എല്ലാ ഡയറക്ഷനിലേക്കും സെയിം ആയിട്ടാണ് ഒരു ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഐസോട്രോപ്പി ഓഫ് സ്പേസ് എന്ന് പറയും. അതിൽ ആംഗുലർ മൊമെൻറ്റം എന്നുള്ള അതിൻ്റെ കൺസർവേഷൻ എന്നുള്ളത് വന്നത്. ഐസോട്രോപ്പി ഓഫ് സ്പേസ് ലീഡ്സ് ടു ദി കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ്. ഹോമോജനിറ്റി ഓഫ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിന്റിൽ എല്ലാ ഡയറക്ഷനിലേക്കല്ല ഒരു ഡയറക്ഷനിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഡയറക്ഷനിലെ എല്ലാ പോയിൻറ്റ്സിലും ആ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആണ്. ഇവിടെ ഐസോട്രോപ്പിയിലാകുമ്പോൾ ആ പോയിൻറ്റിന് ചുറ്റുള്ള എല്ലാ ഡയറക്ഷനിലും വരും. ഹോമോജനിറ്റിയിലാകുമ്പോൾ ഒരു പോയിൻ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വാല്യൂസ് സെയിം ആവും ഫംഗ്ഷൻ്റെ. അപ്പോൾ അതിന് ആ ഹോമോജനിറ്റി ഓഫ് സ്പേസ് ലീഡ്സ് ടു ദി കൺസർവേഷൻ ഓഫ് ടോട്ടൽ മൊമെൻറ്റം. അത് ഓർത്തിരിക്കുക. ഹോമോജനിറ്റി ഓഫ് ഫ്ലോ ഓഫ് ടൈം എന്ന് പറയുന്നത് ടൈമിൻ്റെ ഹോമോജനിറ്റി വരുമ്പോഴാണ് ഇൻവേരിയൻസ് പ്രിൻസിപ്പിൾ വരുന്നത്. അതായത് ഫിസിക്സിൻ്റെ ലോ ടൈം അനുസരിച്ച് മാറുന്നില്ല, എല്ലായിടത്തും സെയിം ആവുന്നു, ടൈമിനെ അനുസരിച്ച് മാറുന്നില്ല, അതാണ് ഇൻവേരിയൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് ഇതിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അതിൻ്റെ കോൺസിക്വൻസ്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്കറിയുന്നതല്ലേ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാമിൽട്ടൺ ജേക്കോബി മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സോൾവിങ് ഡാഷ് സിസ്റ്റംസ്, കൺസർവേറ്റീവ്, നോൺ കൺസർവേറ്റീവ്, ഹോളോണോമിക്, പീരിയോഡിക്. അറിഞ്ഞിരിക്കുക പീരിയോഡിക് സിസ്റ്റംസിലാണ് ഇത് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ എ സെൻട്രൽ ഫോഴ്സ് ഡാഷ് ഈസ് കൺസേർവ്ഡ്. അതായത് സെൻട്രൽ ഫോഴ്സ് മോഷനിൽ എപ്പോഴും എന്താ കൺസേർവ്ഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആംഗുലർ മൊമെൻ്റ് ആണ് അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ മാസ് പോയിന്റ് കൺസ്ട്രെയിൻഡ് ടു മൂവ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അതായത് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ മാത്രമേ ഒരു പോയിന്റിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പാർട്ടിക്കിളിനെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഇതിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ഒരു ഡയമെൻഷനിലൂടെ അതിന് മൂവ്മെൻ്റ് ഉള്ളൂ അല്ലേ. സർക്കിൾ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ പോലും ആ സർക്കിളിൻ്റെ ഏരിയയിലൂടെ മൊത്തം അതിന് സഞ്ചരിക്കാൻ പറ്റില്ല, ആ സർക്കംഫറൻസിലൂടെ മാത്രം. അതായത് അതൊരു ലൈനിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്ന പോലെ തന്നെ വരുള്ളൂ അതിൻ്റെ ഫ്രീഡത്തിൻ്റെ കേസ് നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം വിത്ത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എക്സ് ആൻഡ് വൈ ഈസ് L is equal to x dot square plus y dot square. The Hamiltonian of the system is, അതായത് എപ്പോഴും ഹാമിൽട്ടോണിയൻ എന്തൊക്കെ ടേംസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്, മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ അല്ലേ. അപ്പോൾ ഇവിടെ ലഗ്രാഞ്ചിയൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്ന് എങ്ങനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ കണ്ടെത്തുക. ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പി എക്സ് നമുക്കറിയാം. ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സമ്മേഷൻ പി ക്യൂ ഡോട്ട് മൈനസ് എൽ ആണ് അല്ലേ. പി ക്യൂ ഡോട്ട് എൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന മൊമെൻറ്റോ, ക്യൂ ഏതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അതിൻ്റെ ഡോട്ട് വെലോസിറ്റി പോലെ വരും, ജനറലൈസ്ഡ് വെലോസിറ്റി മൈനസ് ലഗ്രാഞ്ചിയൻ അല്ലേ. അപ്പോൾ ഇവിടെ സമ്മേഷൻ വരുന്ന ഏതൊക്കെ കോർഡിനേറ്റ്സ്, ഇപ്പോൾ പി ഐ, അതായത് ഇപ്പോൾ എക്സും വൈയും വരുന്നുണ്ട് അല്ലേ ഇവിടെ. അപ്പോൾ പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ സമ്മേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. മൈനസ് എൽ ചെയ്യുക, പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് വൈ ഡോട്ട് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കറിയാം പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ടാണ് അല്ലേ. പി വൈ എന്ന് പറഞ്ഞാൽ ഡോ എൽ ബൈ ഡോ വൈ ഡോട്ടും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് പി എക്സ് ഇവിടെ നിന്ന് കാണൂ, എല്ലിന്ന് ഇതിന്ന് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ചെയ്താൽ 2x ഡോട്ട് കിട്ടും. അപ്പോൾ അതിന്ന് എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പി എക്സ് ബൈ 2 ആയി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പി എക്സിൻ്റെയും പി വൈൻ്റെയും ടേംസിലേക്ക് ഇതിനെ മാറ്റി എഴുതണം. ഇപ്പോൾ പി വൈ ഇതേപോലെ ചെയ്യുമ്പോൾ
2y ഡോട്ട് എന്ന് കിട്ടും. അതിൽ നിന്ന് y ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? py/2 അല്ലേ? അപ്പോൾ ഇനി എന്താ എച്ചിലിട്ട് കൊടുക്കുക. px ഇൻറ്റു എക്സ് ഡോട്ടിന് എന്താ px/2 പ്ലസ് py ഇൻറ്റു y ഡോട്ടിന് py/2 എന്ന് ഇടുക മൈനസ് എക്സ് ഡോട്ടിൻ്റെ px/2 സ്ക്വയർ മൈനസ് py/2 സ്ക്വയർ ഇടുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? px²/2 പ്ലസ് py²/2 മൈനസ് px²/4 മൈനസ് py²/4. അപ്പോൾ അതായത് എന്താണ്? ഇത് അരയിന്ന് കാല് കുറച്ചാൽ ആലോചിച്ചാൽ മതി, കാല് തന്നെ കിട്ടും. അതായത് px²/4 പ്ലസ് py²/4 എന്ന് കിട്ടും. അതായത് 1/4 ഇൻറ്റു px² പ്ലസ് py². അതാണ് നമ്മുടെ ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 bodies of masses m and 2m are connected by a massless spring of constant k. If omega is the angular frequency of oscillations, then omega square is equal to dash. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 2 മാസ്, ഒന്നിന് എമ്മും ഒന്നിൻ്റെ 2m മാസുള്ള 2 ഒബ്ജക്ട്സ്. ആ ബോഡീസ് തമ്മിൽ ഒരു സ്പ്രിങ് വെച്ചിട്ട് കണക്റ്റഡ് ആണ്. ആ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് k ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ എഴുതേണ്ടത് ലഗ്രാഞ്ചിനെ എഴുതി നോക്കണം. അത് നമ്മൾ എന്ത് എഴുതണം? നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതണം. അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഒമേഗ സ്ക്വയർ എന്താണ്. അപ്പോൾ ആദ്യം ലഗ്രാഞ്ചിനെ എഴുതുക വെച്ചാൽ ആദ്യം കൈനറ്റിക് എനർജി കാണാം. എന്താ വരിക? ഹാഫ് mx1 ഡോട്ട് സ്ക്വയർ. അതായത് എമ്മിന് ഉണ്ടാവുന്ന ഒരു പൊസിഷൻ ചേഞ്ച് x1ഉം മൂവ്മെൻറ്റ് കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത് 2m ഒരു x2 എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവുന്നു വിചാരിക്കാം. അപ്പോൾ ഹാഫ് m1 പകരം ഇവിടെ m ആണ്. ഹാഫ് mx1 ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു 2m ആണ് രണ്ടാമത്തെ മാസം അല്ലേ? അപ്പോൾ 2m ഇൻറ്റു x2 ഡോട്ട് സ്ക്വയർ. ഇവിടെ ഡോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ഇവിടെ എന്ത് വരും? ഹാഫ് mx1 ഡോട്ട് സ്ക്വയർ പ്ലസ് mx2 ഡോട്ട് സ്ക്വയർ എന്ന് വരും ഇല്ലേ? ഇനി ഇവിടെ പൊട്ടൻഷ്യൽ എനർജി വി എന്ന് പറയുന്നത് എന്താ വരിക? ഹാഫ് kx² ആണ് സാധാരണ ഇത്. അപ്പോൾ x1 മൈനസ് x2 ആ ഡിഫറൻസ് എടുക്കണ്ടേ ഇവിടെ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ചേഞ്ച് എന്താ ഉണ്ടാവുന്നത്? രണ്ടിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ ആ ഡിഫറൻസ് എടുക്കണ്ടേ ഇവിടെ? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഹാഫ് kx² പകരം ഹാഫ് k ഇൻറ്റു x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എന്നിട്ട് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി മൈനസ് വി എന്ന് എഴുതി. ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി ഡോയൽ ബൈ ഡോ x1 ഡോട്ട് കാണുക, ഡോയൽ ബൈ ഡോ x2 ഡോട്ട് കാണുക, ഡോയൽ ബൈ ഡോ x1 കാണുക, ഡോയൽ ബൈ ഡോ x2 ഒക്കെ കാണുക. ഇതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക തന്നെ. ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഇതുപോലെ കിട്ടുന്നില്ലേ നോക്കാം. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ഡോയൽ ബൈ നമ്മൾ ഇക്വേഷൻ എന്താ? ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ എക്സ് ഡോട്ട് മൈനസ് ഡോയൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്നല്ലേ? അപ്പോൾ അതിങ്ങനെ 2 ഇക്വേഷൻ വരും, x1 x2 എന്നുള്ളതുകൊണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ mx1 ഡബിൾ ഡോട്ട് പ്ലസ് k ഇൻറ്റു x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. 2mx2 ഡബിൾ ഡോട്ട് മൈനസ് k ഇൻറ്റു x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു 0 എന്നും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് x1 എന്ന് പറഞ്ഞാൽ a സൈൻ ഒമേഗ ടിയും x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b സൈൻ ഒമേഗ ടി ആണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് കാണാം. അപ്പോൾ ഇത് ഈ സൈൻ ഒമേഗ ടി ആണോ കോസ് ഒമേഗ ടി ആണോ ഏതുണ്ടെന്നുള്ള സംശയമൊന്നും വരണ്ട കേട്ടോ. അതിപ്പോൾ ഇത് ഏത് എഴുതിയാലും പ്രശ്നം വരാൻ പോണില്ല. പീരിയോഡിക് ഫങ്ഷൻ സൈൻ ആണോ ശരിക്കും പറഞ്ഞാൽ സൈനും കോസും എന്താ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ത് മാത്രമേ ഉള്ളൂ? അതിൻ്റെ ഫേസ് ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതാണ് കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നൊക്കെ ഇടുന്ന കാരണം അവിടെ ഫേസ് ചേഞ്ച് വന്നാൽ അത് ചിലപ്പോൾ സൈൻ ആവാം. ജനറലി പല ടെക്സ്റ്റിലും ഇങ്ങനെയൊക്കെ സൊല്യൂഷൻസ് വ്യത്യാസം കാണും. അപ്പോൾ അത് ഒന്നും അതെന്താണെന്ന് അങ്ങനെ തോന്നണ്ട, ഡൗട്ട്ഫുൾ ആവണ്ട. അതിങ്ങനെയും എഴുതാം അതിൻ്റെ സൊല്യൂഷൻസ്. ഇനി x1 ഡബിൾ ഡോട്ട് കാണുക ഇതെന്ന്, അതായത് 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മൾ നേരത്തെ ചെയ്തല്ലേ അത് തന്നെ സെയിം സംഭവം. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടിയും x2 ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ ബി സൈൻ ഒമേഗ ടിയും വന്നു
ആംപ്ലിറ്റ്യൂഡിൻ്റെ വ്യത്യാസം മാത്രം കൊടുത്ത്. ഇത് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇത് നോക്കി വെക്കുക കേട്ടോ. ജനറലി ഇങ്ങനെ പ്രോബ്ലം ചെയ്യാൻ വരും. അപ്പോൾ ഇതനുസരിച്ച് x1ഉം x2ഉം കണ്ടിട്ട് അതിന് x1 ഡബിൾ ഡോട്ടും x2 ഡബിൾ ഡോട്ടും കണ്ടു അല്ലേ. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. x1 ഡബിൾ ഡോട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ m ഇൻറ്റു x1 ഡബിൾ ഡോട്ട് പ്ലസ് k ഇൻറ്റു x1ഉം x2 എന്താണെന്നുള്ളതും അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് തന്നെ സൈൻ ഒമേഗ ടിയെ വെട്ടിക്കളയാം. അതായത് കോമണായി പുറത്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും അത് 0 ആയി പോകും അല്ലേ. അപ്പം അതിനെ നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം. -m ഒമേഗ സ്ക്വയർ a പ്ലസ് k ഇൻറ്റു a മൈനസ് b ഈസ് ഈക്വൽ ടു 0. ഇനി എനെ കോമൺ ആക്കി എടുത്തു. k എയും ഉണ്ട് -m ഒമേഗ സ്ക്വയർ എയും ഉണ്ട് അല്ലേ. അപ്പം a പുറത്തെടുത്തിട്ട് k -m ഒമേഗ സ്ക്വയർ എന്ന് എഴുതി -kb എന്ന് വരും ഇവിടെ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. അതേപോലെ തന്നെ നമ്മൾ x2 ഡബിൾ ഡോട്ടിനെ ഇതിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ -2m ഒമേഗ സ്ക്വയർ b സൈൻ ഒമേഗ ടി മൈനസ് k സൈൻ ഒമേഗ ടി ഇൻറ്റു a മൈനസ് b ഈക്വൽ ടു 0 എന്നൊക്കെ വരും. x1നും x2നൊക്കെ ഇട്ട് കൊടുത്താൽ സെയിം പ്രൊസീജിയർ ചെയ്യുക. എന്നിട്ട് അതിനെ ചെറുതാക്കുമ്പോൾ എന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2m ഒമേഗ സ്ക്വയർ b മൈനസ് k ഇൻറ്റു a മൈനസ് b ഈക്വൽ ടു 0 എന്ന് വരും. അതിന്ന് ഈ പറഞ്ഞ പോലെ എനെയും ബീനെയും കോമൺ ആക്കിയിട്ടുള്ള ടേംസ് എഴുതുക. -ka പ്ലസ് b ഇൻറ്റു 1 മൈനസ് 2 m ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടിയില്ലേ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതായത് റൈറ്റ് സൈഡ് രണ്ടും 0 ആണ്. അപ്പോൾ ഇതിനെ മെട്രിക്സ് ഫോമിലാക്കി എഴുതാൻ പറ്റും. അതായത് ഇങ്ങനെ എയുടെ കോഎഫിഷ്യൻസ് ആദ്യത്തെ കോളത്തിലും രണ്ടാമത്തെ കോളത്തിൽ ബിയുടെ കോഎഫിഷ്യൻസ്. ഇപ്പോൾ എയുടെ കോഎഫിഷ്യൻ്റ് പറഞ്ഞാൽ എന്താ, മുകളിൽ k -m ഒമേഗ സ്ക്വയർ അതിവിടെ എഴുതി. ബിയുടെ എയുടെ സെക്കൻഡ് ഇക്വേഷനിൽ എയുടെ കോഎഫിഷ്യൻ്റ് -k അതിവിടെ എഴുതി. അങ്ങനെ ഇതിന് ജസ്റ്റ് എയുടെ കോഎഫിഷ്യൻസ് ആദ്യത്തെ കോളത്തിൽ ബിയുടെ കോഎഫിഷ്യൻസ് രണ്ടാമത്തെ കോളത്തിൽ എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് ആക്കി എഴുതാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. നമ്മൾ മെട്രിക്സ് എങ്ങനെ ഈ ഇക്വേഷൻസ് കിട്ടിയ മെട്രിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നില്ലേ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് എന്താ വെച്ചാൽ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ് എന്ന് പറഞ്ഞിട്ട് അതിന്ന് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി അതിന്ന് നമ്മൾ ഐഗൻ വാല്യൂസൊക്കെ കണ്ടെത്തില്ല, ആ സെയിം സംഭവമാണ് ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും വലിയ ടേം കിട്ടും, -k² എന്ന് കിട്ടും ഈക്വൽ ടു 0. ഇത് ഇങ്ങനെ വെട്ടിപ്പോയി നമുക്ക് ഫൈനലി ചെറുതായി കിട്ടുന്നത് എന്താണ്, 2m സ്ക്വയർ ഒമേഗ റേസ് ടു 4 ഈക്വൽ ടു 3mk ഒമേഗ സ്ക്വയർ എന്ന് വരും. അതൊന്നും ഇവിടെ വെട്ടിക്കളഞ്ഞ് ഇങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും, 2m ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3k എന്ന് കിട്ടും. അത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ, ഒമേഗ സ്ക്വയർ എന്താണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k/2m എന്ന് കിട്ടും. കണ്ടോ, നമ്മളുടെ ആൻസർ കിട്ടിയില്ലേ, ഇതാണ് 3k/2m. ഇതെന്താ അറിയോ, നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കുറേ ലെങ്തി അല്ലേ, ഇതൊക്കെ 1 മാർക്കിന് ചോദിച്ചാൽ എന്ത് ചെയ്യാനാന്നൊക്കെ തോന്നും. പക്ഷെ അത് നമുക്ക് കുറേ പ്രാക്ടീസ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യിക്കാം. അത് ചെയ്ത് വഴക്കം വരണം. അപ്പോഴേ നമുക്ക് ടൈം ലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ നന്നായി അറിഞ്ഞിരിക്കണം. അത് നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. കാരണം നമുക്ക് 120 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, ആ 120 ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ, ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്നുള്ള ഒരു സമയമല്ലേ കിട്ടൂ. അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡ്, കാരണം തിയറിറ്റിക്കലായിട്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ് ഇവിടെ കൺസേർവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ. ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഇട്ട് തരാം കേട്ടോ, ധാരാളം. Okay, thank you.